guys, it's me Ashwati and welcome back to our channel Mentortales. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലത്തെ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ നെക്സ്റ്റ് പാർട്ടാണ്. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കുന്നത് ലിംഗ്വിസ്റ്റിക്സ് ഡെഫിനിഷൻസ് ആൻഡ് കോൺസെപ്റ്റ് എന്നുള്ളൊരു ഭാഗം നോക്കുന്നുണ്ട്. പിന്നെ ഈസ് ലിംഗ്വിസ്റ്റിക്സ് എ സയൻസ്, ഒരു സയൻസ് ആണോ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളത് നോക്കുന്നുണ്ട്. ആൻഡ് സ്കോപ്പ് ആൻഡ് നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ്, ഈ 3 പാർട്ടുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻസ് ആൻഡ് കോൺസെപ്റ്റുകളാണ്. ഓക്കെ, സോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പഠനം, അതാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. Okay, so അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ വിച്ച് ഡിസ്ക്രൈബ്സ് ലാംഗ്വേജ് ഇൻ ഓൾ ഇറ്റ്സ് ആസ്പെക്ട്സ് ആൻഡ് ഫോർമുലേറ്റ്സ് തിയറീസ് ആസ് ടു ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, സോ ലാംഗ്വേജിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളിലും ലാംഗ്വേജിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും എങ്ങനെയാണ് ലാംഗ്വേജ് വർക്ക് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് തിയറീസ് ഫോർമുലേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ. ഓക്കെ, അങ്ങനത്തെ ഒരു ബ്രാഞ്ചാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. Okay, so linguistics is a systematic scientific study of language and it is a discipline which describes language in all its aspects and formulates theories on how it works. Okay, ഇനി ഈ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്യുന്നത് ലാറ്റിൻ ടേം ആയിട്ടുള്ള ലിംഗ്വ മീൻസ് ടങ് എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ഇസ്റ്റിക്സ് മീൻസ് നോളജ് അല്ലെങ്കിൽ സയൻസ് ആണ്. ഓക്കെ, സോ ലിംഗ്വ മീനിങ് ടങ് ആൻഡ് ഇസ്റ്റിക്സ് മീനിങ് സയൻസ് ഓർ നോളജ്. ഈ ലാറ്റിൻ വേർഡ്സ് എന്നാണ് നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ടേം ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, സോ ലിംഗ്വിസ്റ്റിക്സിൽ ലാംഗ്വേജിനെ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഒരു റെക്കഗ്നൈസബിൾ പാർട്ടാണ്. ഹ്യൂമൻ ബിഹേവിയറായിട്ടുള്ള ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു പാർട്ടായിട്ടാണ് ലാംഗ്വേജിനെ ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, ഇറ്റ് സ്റ്റഡീസ് ലാംഗ്വേജ് ആസ് എ യൂണിവേഴ്സൽ ആൻഡ് റെക്കഗ്നൈസബിൾ പാർട്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഓക്കെ, സോ ഈ ഒരു ലിംഗ്വിസ്റ്റിക്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറിജിൻ, ഓർഗനൈസേഷൻ, നേച്ചർ, ഡെവലപ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ ലാംഗ്വേജിൻ്റെ പഠിക്കുന്നുണ്ട്. ഒറിജിൻ, ഓർഗനൈസേഷൻ, നേച്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ്. അതെങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്? ഡിസ്ക്രിപ്റ്റീവായി പഠിക്കുന്നുണ്ട്, ഹിസ്റ്റോറിക്കായിട്ട് പഠിക്കുന്നുണ്ട്, കമ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട്, ആൻഡ് എക്സ്പ്ലിസിറ്റ് ആയിട്ടും പഠിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ അവരെന്ത് ചെയ്യും? ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഈ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ഇവർ ഫോർമുലേറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ലിംഗ്വിസ്റ്റിക്സിൽ വരുന്നത്. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിന് ഒരു യൂണിവേഴ്സൽ ആൻഡ് റെക്കഗ്നൈസബിൾ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബിഹേവിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് സ്റ്റഡീസ് ദ ഒറിജിൻ, ഓർഗനൈസേഷൻ, നേച്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് ഡിസ്ക്രിപ്റ്റീവ്ലി, ഹിസ്റ്റോറിക്കലി, കമ്പാരിറ്റീവ്ലി ആൻഡ് എക്സ്പ്ലിസിറ്റ്ലി, ആൻഡ് ദെൻ ദേ വിൽ ഫോർമുലേറ്റ് ജനറൽ റൂൾസ് റിലേറ്റഡ് ടു ദ ലാംഗ്വേജ്. ഓക്കെ, ഇനി മോഡേൺ ലിംഗ്വിസ്റ്റിക്സിനെ ജനറലി നമ്മൾ സയൻസ് ആയിട്ടാണ് റെഫർ ചെയ്യാറ്. ഓക്കെ, അതൊരു ശാസ്ത്രമായിട്ടാണ് കാണാറുള്ളത് മോഡേൺ ലിംഗ്വിസ്റ്റിക്സിനെ. അപ്പോൾ സാധാരണയായിട്ടൊരു സയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 4 തിങ്സ്. ഓക്കെ, അതൊരു സയൻസ് ആണെന്ന് പറയുമ്പോൾ അതിൽ 4 കാര്യങ്ങളാണ് വരാറുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, 1 ഒബ്സർവേഷൻ, സെക്കൻഡ് 1 ഫോർമേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, തേർഡ് 1 എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഫോർത്ത് 1 ഫോർമുലേഷൻ ഓഫ് ലോ. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് ഒരു സയൻസ് ആണോ എന്നുള്ള കാര്യം നമ്മളെ ക്യാരക്ടറൈസ് ചെയ്യുന്ന 4 കാര്യങ്ങൾ. സോ മോഡേൺ ലിംഗ്വിസ്റ്റിക്സിനെ യൂഷ്വലി നമ്മൾ സയൻസ് ആയിട്ടാണ് റെഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു സയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ 4 തിങ്സ്, ദാറ്റ് ഇസ് ഒബ്സർവേഷൻ, ഫോർമേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ലോ. ഓക്കെ, ഫോർമുലേഷൻ ഓഫ് ലോ. ഇപ്പോൾ ഈ 4 കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു വർമ്മ ആൻഡ് കൃഷ്ണസ്വാമി എന്നുള്ള 2 ആളുകൾ, വർമ്മ ആൻഡ് കൃഷ്ണസ്വാമി, അവരൊരു കാര്യം പറയുകയാണ്. ഈ ഒരു ഐഡിയ, ഇത് ദാറ്റ് മീൻസ് ദ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ഒരു സയൻസ് ആണ് എന്നുള്ള ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ വർമ്മ ആൻഡ് കൃഷ്ണസ്വാമി കൊടുക്കുകയാണ്. സോ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, കൺട്രോൾഡ് ഒബ്സർവേഷൻ, ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ, അനാലിസിസ്, ജനറലൈസേഷൻ, പ്രഡിക്ഷൻ, ടെസ്റ്റിംഗ് ബൈ ഫർദർ ഒബ്സർവേഷൻ ആൻഡ് കൺഫർമേഷൻ, മോഡിഫിക്കേഷൻ ഓർ റിജക്ഷൻ ഓഫ് ദ ഹൈപ്പോത്തസിസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡിസിപ്ലിൻ, ഒരു സയൻറ്റിഫിക് ടെമ്പർ, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റസ് കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങളാണെന്നാണ് വർമ്മ ആൻഡ് കൃഷ്ണസ്വാമി പറയുന്നത്. എന്തൊക്കെയാണ്? 1 കൺട്രോൾഡ് ഒബ്സർവേഷൻ, ദെൻ ഹൈപ്പോത്തസിസ് ഫോർമേഷൻ, ദെൻ അനലൈസിസ്, അതിനെ അനലൈസ് ചെയ്യുക, ദെൻ ജനറലൈസ് ചെയ്യുക, ദെൻ പ്രഡിക്ഷൻ, ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യുക, ദെൻ അതിനെ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് വിച്ച് ഫർദർ ഒബ്സർവേഷനിലൂടെയൊക്കെ അത് ടെസ്റ്റ് ചെയ്യുക,
ദെൻ കൺഫേം ചെയ്യുക, ലാസ്റ്റ് നമ്മുടെ ഹൈപ്പോത്തസിസ് ഒന്നില്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ഇത്രയുമാണ് ഒരു ഡിസിപ്ലിൻ, ഒരു ബ്രാഞ്ചിന് ഒരു സയൻറ്റിഫിക് അതൊരു സയൻസ് ആണോ അല്ലേ എന്നുള്ളത് പറയുന്നതെന്നാണ് വർമ്മ ആൻഡ് കൃഷ്ണസ്വാമി പറയുന്നത്. ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഇവർ പറഞ്ഞ എല്ലാ കാര്യത്തോടും സ്ട്രിക്ട്ലി അവരത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലിംഗ്വിസ്റ്റിക്സിനെ ഒരു സയൻസായിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. ലിംഗ്വിസ്റ്റിക്സിൽ മെയിനായിട്ട് 3 ക്രൈറ്റീരിയയാണ് വരുന്നത്. സോ ലിംഗ്വിസ്റ്റിക്സ് ഗൈഡ് ചെയ്യപ്പെടുന്ന 3 ക്രൈറ്റീരിയ, ഒന്ന് കംപ്ലീറ്റ്നെസ്, സെക്കൻഡ് കോൺസിസ്റ്റൻസി ആൻഡ് തേർഡ് വൺ സിംപ്ലിസിറ്റി. ഓക്കെ, സോ കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ലോ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മസ്റ്റ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് ഓഫ് ദ ഡാറ്റ. മോസ്റ്റ് ഓഫ് ദ ഡാറ്റയ്ക്കും അത് എന്തായിരിക്കണം, അത് ആപ്ലിക്കബിൾ ആയിരിക്കണം. So the criterion of completeness demands that the law formulated must account for most of the data. അതാണ് ഒന്നാമത്തെ കംപ്ലീറ്റ്നെസ്. പിന്നെ വരുന്ന കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ദിസ് ലോ ദാറ്റ് മസ്റ്റ് ബി ക്യാപ്പബിൾ ഓഫ് കൺസിസ്റ്റൻറ്റ് അപ്ലിക്കേഷൻ. ഓക്കെ, അതിങ്ങനെ പറഞ്ഞ ഒരു ലോയിൽ തന്നെ ഒരുപാട് സബ് റൂൾസൊക്കെ ഉണ്ടായിരിക്കും. ഈ അതിൻ്റെ കീഴിൽ വരുന്ന സബ് റൂൾസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റിൽ വരരുത്, എല്ലാതും ആ ഒരു ഇതിൽ അഗ്രി ചെയ്ത് പോകണം. Okay, that means the sub-rules must not conflict with one another or with the main law. അപ്പോൾ അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ക്രൈറ്റീരിയൻ. Okay, that the law must be capable for consistent application. And last one, criterion of simplicity. Okay, so criterion of simplicity പറയുന്നത് എന്താണെന്ന് വെച്ചാൽ what is considered the simplest according to the nature of data and the purpose of formulation. അതായത് നമ്മളിപ്പോൾ 2-3 കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരേ ഇവൻറ്റിനെ തന്നെ പല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും എപ്പോഴും ബെസ്റ്റായിട്ട് വരിക. അപ്പോൾ അതെടുക്കണം. ഓക്കെ, സോ അതാണ് ഈ ഒരു ക്രൈറ്റീരിയൻ ഓഫ് സിംപ്ലിസിറ്റി. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയൻ, ഓക്കെ, ദീസ് 3 ക്രൈറ്റീരിയ, ദാറ്റ് മീൻസ് ക്രൈറ്റീരിയൻ ഓഫ് കംപ്ലീറ്റ്നെസ്, ക്രൈറ്റീരിയൻ ഓഫ് കൺസിസ്റ്റൻസി ആൻഡ് ക്രൈറ്റീരിയൻ ഓഫ് സിംപ്ലിസിറ്റി. ഇത് 3ആണ് നമ്മുടെ ലിംഗ്വിസ്റ്റിക്സിനെ ഗൈഡ് ചെയ്യുന്ന 3 ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഫസ്റ്റത്തെ ആ ഒരു ഇതിൽ, ദാറ്റ് ഈസ് ലിംഗ്വിസ്റ്റിക്സ് ഡെഫിനിഷൻസ് ആൻഡ് കോൺസെപ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ഒരു സയൻസ് ആണെന്നുള്ള കാര്യം. അതിനെ തന്നെ എടുത്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ഈസ് ലിംഗ്വിസ്റ്റിക്സ് ആ സയൻസ് എന്നാണ് ചോദിക്കുന്നത്. ലിംഗ്വിസ്റ്റിക്സ് ഒരു സയൻസ് ആണോ? ഓക്കെ, സോ ലിംഗ്വിസ്റ്റിക്സ് പറഞ്ഞാൽ ആക്ച്വലി അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോൾസ് സംവെയർ ബിറ്റ്വീൻ സോഷ്യൽ സയൻസ് ആൻഡ് നാച്ചുറൽ സയൻസ്. നാച്ചുറൽ ആൻഡ് സോഷ്യൽ സയൻസിൻ്റെ ഇടയിലുള്ളൊരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് ഇതിൻ്റെ ഒരു ലാസ്റ്റിൽ കിട്ടുന്ന സംഭവമാണ്. ബട്ട് കീപ് ദിസ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോൾസ് സംവെയർ ബിറ്റ്വീൻ സോഷ്യൽ ആൻഡ് നാച്ചുറൽ സയൻസ്. ഓക്കെ, ഈസ് ലിംഗ്വിസ്റ്റിക്സ് എ സയൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇതിൽ പറയുന്നത് ലയോൺസ് എന്നുള്ള ആൾ. ലയോൺസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹി ഐഡൻറ്റിഫൈഡ് 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടേഴ്സ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു, എംപിരിക്കൽ ആൻഡ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇതായിരുന്നു ലയോൺസ് ഐഡൻറ്റിഫൈ ചെയ്ത 2 ഫാക്ടേഴ്സ്, എംപിരിക്കൽ ആൻഡ് ഒബ്ജക്റ്റീവ്. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് വിച്ച് കം ഫ്രം അവർ എക്സ്പീരിയൻസ്. ഓക്കെ, അനുഭവ സിദ്ധം എന്നൊക്കെ പറയില്ലേ. ആൻഡ് ഒബ്ജക്റ്റീവ് മീൻസ് നിഷ്പക്ഷമായിട്ടുള്ള സംഭവം. സോ ലയോൺസ് ഐഡൻറ്റിഫൈ ചെയ്ത 2 ഫാക്ടേഴ്സാണ് ദിസ് എംപിരിക്കൽ ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. സോ ലിംഗ്വിസ്റ്റിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റിക്സ് എപ്പോഴും ഒരു എംപിരിക്കൽ അപ്രോച്ച് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, റാദർ ദാൻ സ്പെക്യുലേറ്റീവ് അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ചിനെക്കാട്ടിലും കൂടുതൽ അവർ എപ്പോഴും ഈ ഒരു എംപിരിക്കൽ അപ്രോച്ചാണ് കൊടുക്കാറുള്ളത്. അല്ലാണ്ട് ഊഹം വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ തോന്നുന്നത് നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ല ലിംഗ്വിസ്റ്റിക്സിൽ എടുക്കലുള്ളത്. ലിംഗ്വിസ്റ്റിക്സ് ഓൾവേസ് ടേക്സ് ആൻ എംപിരിക്കൽ അപ്രോച്ച്. So it operates with publicly verifiable data obtained by means of observation or experiment. അവരെപ്പോഴും എന്താണ് പബ്ലിക്ലി വേരിഫയബിൾ ആയിട്ടുള്ളൊരു ഡാറ്റേനെയാണ് അവരെപ്പോഴും എടുക്കുന്നതുള്ളത്. ആൻഡ് അതെങ്ങനെ അവരെടുക്കുന്നത്? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് ദെയർ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ്. സോ ലിംഗ്വിസ്റ്റിക്സ് ഇത് മാത്രമല്ല, ദേ ഓൾവേസ് ഡിമാൻഡ് ആൻ ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ്. അവരെല്ലാ തരത്തിലുള്ള സബ്ജക്റ്റീവ്, അതായത് വ്യക്തിപരമായിട്ടുള്ളതും കൾച്ചറൽ സാംസ്കാരികപരമായിട്ടുള്ളതും നാഷണലിസ്റ്റിക് പ്രെജുഡീസസ് വിച്ച് മീൻസ് മുൻവിധി പ്രകാരമുള്ള എല്ലാ സംഭവങ്ങളെയും റിജക്റ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് അസസ്മെൻ്റാണ് ലിംഗ്വിസ്റ്റിക്സ് എടുക്കാറുള്ളത്. ഓക്കെ, സോ ലയോൺസ് ഐഡൻറ്റിഫൈ ചെയ്ത 2 ഫാക്ടേഴ്സാണ് ഈ ഒരു സയൻറ്റിഫിക് ആണോ ലിംഗ്വിസ്റ്റിക്സ് സയൻസ് ആണോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ലയോൺസ് ഐഡൻറ്റിഫൈ ചെയ്ത 2 ഫാക്ടേഴ്സാണ് എംപിരിക്കലും ഒബ്ജക്റ്റീവും. സോ എംപിരിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ദിസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്, ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നിഷ്പക്ഷമായിട്ടുള്ളത്. സോ ലിംഗ്വിസ്റ്റിക്സ് എപ്പോഴും എന്താണ് ഒരു എംപിരിക്കൽ അപ്രോച്ചാണ് കൊടുക്കാറുള്ളത്, അല്ലാതെ നമ്മുടെ സ്പെക്യുലേഷൻസ് അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻസ് വെച്ചിട്ടുള്ള അപ്രോച്ച് അല്ല. ദേ ഓൾവേസ് ഗീവ് ആൻ എംപിരിക്കൽ അപ്രോച്ച്.
അതുമാതിരി തന്നെ അവരെപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് പബ്ലിക്ലി വെരിഫയബിൾ ഡാറ്റ വെച്ചിട്ടാണ്, വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻറ്റ്സ്. മാത്രമല്ല ദേ ഓൾവേസ് ഡിമാൻഡ്സ് ആൻ ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ്. ദേ റിജക്റ്റ് ഓൾ കൈൻഡ് ഓഫ് സബ്ജക്റ്റീവ് കൾച്ചറൽ ആൻഡ് പ്രജുഡീസസ്. അതൊക്കെ അവർ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അസസ്മെൻറ്റാണ് ലിംഗ്വിസ്റ്റിക്സ് എപ്പോഴും എടുക്കാറുള്ളത്. ഓക്കെ, സോ ഈ രണ്ട് ടേംസ് ഇതാണ് ലയോൺസ് ഐഡൻറ്റിഫൈ ചെയ്ത രണ്ട് ടേംസ്. ഇനി നമ്മൾ ഈ ഒരു ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫിലോസഫി എടുത്തു കഴിഞ്ഞാൽ രണ്ട് ടേംസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. Okay, when we are discussing about the development in the philosophy of language and linguistics, two terms are very important. ആ രണ്ട് ടേംസ് ആണ് എംപിരിസിസം ആൻഡ് പോസിറ്റിവിസം. ഓക്കെ, സോ എംപിരിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം തിങ്, ദാറ്റ് ഓൾ നോളജ് കംസ് ഫ്രം ദ എക്സ്പീരിയൻസ്. ഓക്കെ, ആൻഡ് പെർട്ടിക്കുലർലി ഫ്രം ദ പെർസെപ്ഷൻ ആൻഡ് സെൻസ് ഡാറ്റ. അതാണ് എംപിരിസിസം എന്ന് പറഞ്ഞാൽ. നമ്മുടെ എല്ലാ നോളജും വരുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ്. പെർട്ടിക്കുലർലി നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ വ്യൂ പോയിൻറ്റ്സ്, അതുമാതിരി തന്നെ സെൻസ് ഡാറ്റ. സെൻസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഒരു വ്യൂ പോയിൻറ്റിനനുസരിച്ച് അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഫോം ചെയ്യുന്ന ദാറ്റ് ഒബ്ജക്റ്റ്, അതാണ് സെൻസ് ഡാറ്റ പറയുന്നത്. സോ ദാറ്റ് ഈസ് എംപിരിസിസം. ആൻഡ് പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്? It means the distinction between the so-called positive data of experience and transcendental speculation of various kinds. അതായത് നമ്മൾ ഒരു കാര്യം എടുക്കുന്ന ടൈമിൽ അതിലെ പോസിറ്റീവ് ഡേറ്റ ഓഫ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ട്രാൻസെൻഡൻ്റൽ സ്പെക്കുലേഷൻ. ട്രാൻസെൻഡൻ്റൽ മീൻസ് അവ്യക്തമായിട്ടുള്ള പല ഊഹങ്ങളും ഉണ്ടായിരിക്കും. സോ ഈ ഊഹങ്ങളും അതിൻ്റെ പോസിറ്റീവ് ഡേറ്റേഴ്സും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ, അതിലാണ് ഈ ഒരു പോസിറ്റിവിസം എന്ന് പറയുന്നത്. Okay, so when we are studying about the development in the philosophy of language and linguistics, two terms are very important and they are empiricism and positivism. Okay, so empiricism refers to the view that all knowledge comes from the experience and particularly from the perception and sense data. And positivism means it rests upon the distinction between the so-called positive data of experience and transcendental speculation of various kinds. Okay, so these are the two terms important in the context of development in philosophy of language and linguistics. Okay, then വേറൊരാളായിട്ടുള്ള ബ്ലൂംഫീൽഡ് was strongly committed to this two terms, that is empiricism and positivism. സോ ഒരു കാര്യം സയൻറ്റിഫിക് ആവണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ലിംഗ്വിസ്റ്റിക് പ്രൊസീജിയർ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ 3 conditions. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സ് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് അത് ശരിക്കും സയൻറ്റിഫിക് എന്ന് പറയുക. അത് ഇതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് എക്സ്പ്ലിസിറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ദ ഐഡിയ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് എക്സാക്ട്. Okay, second one systematicness, which means it should be methodical and consistent, that is systematicness. And third one objectivity, which means it should not be influenced by any kind of personal bias or prejudices. Okay, so to be scientific, the linguistic procedure it should satisfy 3 conditions, which are explicitness, systematicness and objectiveness. Okay, so ഇത്രയുമാണ് ഈ ലിംഗ്വിസ്റ്റിക്സ് എ സയൻസ് എന്നുള്ളതിൽ വരുന്നത്. Okay, ലയൺസിൻ്റെ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്ത 2 terms പഠിച്ചു, ദറ്റ് ഈസ് ദിസ് എംപെറിക്കൽ ആൻഡ് ഒബ്ജക്റ്റീവ്. Then 2 terms which are important in the context of development in philosophy of language and linguistics, empiricism and positivism, adu padichu. And then we studied about Bloomfield was strongly committed to this empiricism and positivism. And finally we came to the conclusion that linguistics falls somewhere between social and natural sciences. Okay, adinte ideyilana linguistics fall cheynathu. പിന്നെ ഇതിൽ വരുന്നൊരു ടോപ്പിക്ക് സ്കോപ്പ് ആൻഡ് നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. സ്കോപ്പ് ആൻഡ് നേച്ചർ. സോ ഇവിടെ ഒരു ഡയഗ്രാം ഒരു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ സർക്കിളായിട്ടുള്ളൊരു ഡയഗ്രാം. സോ അത് ജസ്റ്റ് ആ ഡയഗ്രാം നോക്കിയാൽ തന്നെ അത് ക്ലിയർ ആവും. അപ്പോൾ സ്കോപ്പ് ആൻഡ് നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക്സിൽ മെയിനായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിലൊരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ഡിഫൈനബിൾ. Okay, so linguistics covers a wide range of topics and its boundaries are not exactly definable. Okay, then നമുക്ക് അതിനൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. സോ ആ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ you'll get a general view of the scope and range of the subject. ആ ഒരു ഡയഗ്രാം നോക്കൂ, ഏറ്റവും സെൻറ്ററിൽ ഫോണറ്റിക്സ് കൊടുത്തിട്ടുണ്ട്, ദെൻ അതിന് ചുറ്റും ഫോണോളജി കൊടുത്തിട്ടുണ്ട്, അതിന് ചുറ്റും സിൻറ്റാക്സ് കൊടുത്തിട്ടുണ്ട്, അതിന് ചുറ്റും സെമാൻറ്റിക്സ് കൊടുത്തിട്ടുണ്ട്,
അതിന് ചുറ്റും പ്രാഗ്മാറ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഏറ്റവും ഔട്ടറിലായിട്ട് ഇവർ കുറേ അതിൻ്റെ ഓരോ ബ്രാഞ്ചസും അതിന് പറയുന്ന ആളുകളെയും കൊടുത്തിട്ടുണ്ട്. ലൈക്ക് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്, ദെൻ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്, സ്റ്റൈലിസ്റ്റിക്സ്, ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ഫിലോസഫിക്കൽ ലിംഗ്വിസ്റ്റിക്സ്. ആ ഒരു ഡയഗ്രാം അത് മാത്രം മതി സ്കോപ്പ് ആൻഡ് നേച്ചർ, ആ ഡയഗ്രാം മനസ്സിലുണ്ടായാൽ മതി. സോ ഏറ്റവും സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള ഫോണിറ്റിക്സ് ആണ്. സോ ഫോണിറ്റിക്സ് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സ്പീച്ച്. സോ ദാറ്റ് ഈസ് ഇൻ ദ സെൻറ്റർ. സോ ഫോണിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ കൺസേൺഡ് വിത്ത് ദ ആക്ച്വൽ ഫിസിക്കൽ സൗണ്ട്സ്. ഓക്കെ, ആക്ച്വൽ ഫിസിക്കൽ സൗണ്ട്സിൻ്റെ അടുത്താണ് ഫോണിറ്റീഷ്യൻസ് കൺസേൺഡ് ആവുന്നത്. സോ ദിസ് ആക്ച്വൽ ഫിസിക്കൽ സൗണ്ട്സ് ആണ് നമ്മുടെ ലാംഗ്വേജിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. അതെന്നാണ് ലാംഗ്വേജ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ബെർണാഡ് ഷോ എന്നുള്ള ആളുടെ ഒരു കോമിക് മാസ്റ്റർ പീസ് വർക്കാണ് പിഗ്മാലിയോൺ എന്നുള്ളത്. ഓക്കെ, സോ ഈ പിഗ്മാലിയോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സപ്പോസ് ടു ബി എ ഡിഡാക്റ്റിക് പ്ലേ അബൌട്ട് ഫോണിറ്റിക്സ്. ഫോണിറ്റിക്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡൈഡാക്റ്റിക് പ്ലേ ആണ് ഈ ബെർണാഡ് ഷോൻ്റെ പിഗ്മാലിയോൺ എന്ന് പറയുന്നത്. സോ ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരു ഫോണിറ്റിക്സ് ടീച്ചറായിട്ടുള്ള പ്രൊഫസർ ഹെൻറി ഹിഗ്ഗിൻസ് എന്ന് പറയുന്ന ആൾ ഒരു ഫ്ലവർ സെല്ലറായിട്ടുള്ള എലിസ ഡൂലിറ്റിൽ എന്ന് പറയുന്ന ഒരു ഫ്ലവർ സെല്ലറാണ്. ആൻഡ് ഷീ ഈസ് എ ലോ ബ്രോ, വിച്ച് മീൻസ് ഷീ ഈസ് നോട്ട് ഹൈലി ഇൻ്റലക്ച്വൽ ഓർ കൾച്ചേർഡ്. സോ ഈ എലിസ ഡൂലിറ്റിലിൻ്റെ സ്പീച്ച് ആൻഡ് സോഷ്യൽ പാറ്റേൺസ് റിഫോം ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ദ പിഗ്മാലിയോൺ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സപ്പോസ് ടു ബി എ ഡിഡാക്റ്റിക് പ്ലേ അബൌട്ട് ഫോണിറ്റിക്സ്. ഓക്കെ, സോ അതാണ് ഫോണിറ്റിക്സ് ആണ് ഏറ്റവും സെൻറ്ററിൽ വരുന്നത്. സോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് അനലൈസ് ദ ഷേപ്പ് ഓർ ഫോം ഇൻ വിച്ച് ദ ലാംഗ്വേജ് ഇസ് പാറ്റേൺഡ്. അതാണ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് അനലൈസ് ദ ഷേപ്പ് ഓർ ഫോം ഇൻ വിച്ച് ദ ലാംഗ്വേജ് ഇസ് പാറ്റേൺഡ്. ദെൻ ഫോണിറ്റിക്സ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേലെ വരുന്ന ഫോണോളജിയാണ്. ദാറ്റ് മീൻസ് പാറ്റേണിങ് ഓഫ് സൗണ്ട്സ് ആൻഡ് ഇറ്റ് സറൗണ്ട്സ് ദ ഫോണിറ്റിക്സ്. ദെൻ ഫോണിറ്റിക്സ് കഴിഞ്ഞു, ഫോണോളജി കഴിഞ്ഞു, പിന്നെ വരുന്ന സിൻടാക്സ് ആണ്. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലിങ്ക്സ് ടുഗെദർ ദ സൗണ്ട് പാറ്റേൺ ആൻഡ് ദ മീനിങ്. അതാണ് ഫോണോളജീനെ സറൗണ്ട് ചെയ്ത് വരുന്നത്. ദാറ്റ് ഇസ് സിൻടാക്സ്. പിന്നെ സിൻടാക്സിനെ സറൗണ്ട് ചെയ്ത് വരുന്ന സെമാൻറ്റിക്സ് ആണ്. സെമാൻറ്റിക്സ് മീൻസ് ഇറ്റ് ഇസ് ദ മീനിങ് ദാറ്റ് സറൗണ്ട് സിൻടാക്സ്. ഓക്കെ, അപ്പോൾ ഈ സിൻടാക്സ് കണക്ട് ചെയ്യുന്നത് ഫോണോളജീനെയും സെമാൻറ്റിക്സിനെയാണ്, വിച്ച് മീൻസ് പാറ്റേണിങ് ഓഫ് സൗണ്ട്സ് ആൻഡ് മീനിങ്. ഓക്കെ, സോ സെമാൻറ്റിക്സിൻ്റെ ഒരു ഇതിൽ വരുന്ന ഒരു ലാംഗ്വേജിൻ്റെ ഗ്രാമർ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന 3 കാര്യങ്ങൾ ഫോണോളജി, സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് ആണ്. Grammar of a language. Grammar of a language means it includes phonology. That means what? Phonology means the patterning of sounds. Syntax means what links together the sound pattern and meaning. And semantics means meaning. ഇത്രയും കാര്യങ്ങളാണ് ഒരു ലാംഗ്വേജിൻ്റെ ഗ്രാമറിൽ വരുന്നത്. ആൻഡ് സെമാൻറ്റിക്സ് കഴിഞ്ഞ് പിന്നെ അതിനെ സറൗണ്ട് ചെയ്ത് വരുന്നത് പ്രാഗ്മാറ്റിക്സ് ആണ്. പ്രാഗ്മാറ്റിക്സ് മീൻസ് പ്രാക്ടിക്കൽ, അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെവലിൽ വരുന്നത് എന്താണ്? വേരിയസ് ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഓക്കെ, സോ അത് ഓരോ ബ്രാഞ്ചും അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ലാംഗ്വേജ് ആൻഡ് മൈൻഡ്. സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആൻഡ് ദ സൊസൈറ്റി. ദെൻ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജിനെ ഡൈവേഴ്സ് ഫീൽഡ്സ് ഓഫ് നോളജിലേക്ക് അപ്ലൈ ചെയ്യുന്നൊരു കാര്യമാണ് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ്. ദെൻ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ടു സിമുലേറ്റ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്സ്. അതായത് ലാംഗ്വേജിനൊക്കെ അനുകരിക്കാൻ, സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക. അതാണ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ദെൻ സ്റ്റൈലിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ്. അതാണ് സ്റ്റൈലിസ്റ്റിക്, ആ ബ്രാഞ്ച്. ദെൻ ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് ഇൻ ക്രോസ് കൾച്ചേർഡ് സെറ്റിങ്സ്, വിച്ച് മീൻസ് വേരിയസ് കൾച്ചറിലുള്ള ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള പഠനം. ദാറ്റ് ഇസ് ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ്. ലാസ്റ്റ് വൺ ഫിലോസഫിക്കൽ ലിംഗ്വിസ്റ്റിക്സ്, വിച്ച് മീൻസ് ലാംഗ്വേജ് ആൻഡ് ദ ഫിലോസഫിക്കൽ തോട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏറ്റവും ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. Okay, so the various branches placed in the outermost levels are psycholinguistics, sociolinguistics, applied linguistics, computational linguistics, stylistics, anthropological linguistics and philosophical linguistics. Okay, so ഇതാണ് ആ ഒരു സ്കോപ്പ് ആൻഡ് നേച്ചറിൽ വരുന്നത്. സോ സ്കോപ്പ് ആൻഡ് നേച്ചർ പറയുന്ന ടൈമിൽ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും സെൻറ്ററിൽ ഫോണിറ്റിക്സ്, ദെൻ ഫോണോളജി, ദെൻ സിൻടാക്സ്, സെമാൻറ്റിക്സ്, പ്രാഗ്മാറ്റിക്സ്, ആൻഡ് ഓൺ ദ ഔട്ടർ ലെവൽ ദ വേരിയസ് ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ സ്കോപ്പ് ആൻഡ് നേച്ചർ. ഇനി നമുക്ക് ഇതിൽ പഠിക്കാൻ നെക്സ്റ്റ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത് ലെവൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക് അനാലിസിസ് ആണ്. അതുമാതിരി തന്നെ ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സും. സോ ലെവൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സും ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സും ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ്. സോ അതായിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നത്. സോ ബ്രാഞ്ചസ് കൂടി കഴിഞ്ഞാൽ പിന്നെ
കുറച്ച് വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജ് വരുന്നുണ്ട്, ലൈക്ക് ഡയലക്റ്റ്, ഡൈഗ്ലോസിയ, പിഡ്ജിൻ, ക്രിയോൾ, അങ്ങനത്തെ കുറച്ച് ടേംസ് വരുന്നുണ്ട്. ഓക്കെ, ടേംസ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വരുന്നത് ലൈക്ക് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ലിംഗ്വിസ്റ്റിക്സ് വരുന്നുണ്ട്. അതിലാണ് ഈ സിൻഡഗ്മാറ്റിക്, പാരാഡിഗ്മാറ്റിക്, സിങ്ക്രോണിക്, ഡയക്രോണിക്, ട്രഡീഷണൽ, മോഡേൺ അപ്രോച്ച്, അങ്ങനത്തെ ഓരോ കേസൊക്കെ വരുന്നത്. ദെൻ ഫൈനലി ലിംഗ്വിസ്റ്റിക് കോമ്പീറ്റൻസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് പെർഫോമൻസ് എന്നുള്ള 2 ടേംസ് വരുന്നുണ്ട്. സോ എനിവേ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലെവൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക് അനാലിസിസും ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സും നോക്കും. സോ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. സോ അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്.